പത്തനംതിട്ട റാന്നിയിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. ഇനി അതിജീവനത്തിനായുള്ള നെട്ടോട്ടമാണ്. 2018 മഹാപ്രളയം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള ശ്രമത്തിനിടെയാണ് വീണ്ടും റാന്നിയെ പ്രളയം വിഴുങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും കൃഷിയിടങ്ങളിലുമെല്ലാമായി കോടികളുടെ നഷ്ടമാണ് റാന്നിയിൽ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമുണ്ടായ അതിതീവ്ര മഴയിൽ തീർത്തും അപ്രതീക്ഷിതമായാണ് റാന്നി നഗരവും പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായത്. രാത്രി 3 മണിയോടെ അതിവേഗം പമ്പയിലെ ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കുമെല്ലാം വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഓണക്കച്ചവടത്തിനായി സ്റ്റോക്ക് ചെയ്തിരുന്ന ഭക്ഷ്യധാന്യങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമെല്ലാം വെള്ളം കയറി ഉപയോഗശൂന്യമായി. വീടുകളിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളും ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഉപയോഗശൂന്യമായി. വെള്ളം ഇറങ്ങിയതോടെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി വ്യാപാരം പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ് വ്യാപാരികൾ. പുലർച്ചെ 4:30 ടൗണിൽ വെള്ളം കയറിയതായി അറിഞ്ഞതെന്ന് റാന്നി ടൗണിലെ സിംല ബാറ്ററി കട ഉടമ ജോജി പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വെള്ളം ഇതിനകത്ത് കയറിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അത്യാവശ്യമുള്ള കുറേ എല്ലാം എടുത്തു, കുറേയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ റോഡെല്ലാം ബ്ലോക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാണ്ടായി. പിന്നെ ഉപേക്ഷിച്ചിട്ട് കട അടച്ച് പോവുമായിരുന്നു. മുഴുവൻ മാറ്റാൻ സമയം കിട്ടിയില്ല. കുറച്ചൊക്കെ മാറ്റാൻ പറ്റി, ബാക്കി മിക്കവാറും എല്ലാം പോയി. പുലർച്ചെ 4:30 അയൽവാസി പറഞ്ഞതോടെയാണ് വെള്ളം കയറുന്നു എന്ന വിവരം അറിയുന്നതെന്ന് റാന്നി ടൗണിലെ താമസക്കാരനായ നോബിൾ പറഞ്ഞു. പെട്ടെന്ന് വെള്ളം കയറി. പിന്നെ കൂട്ടുകാരും എല്ലാവരും ഓടി വന്നു. പെട്ടെന്ന് സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങളൊക്കെ പറക്കി മേളിൽ കയറ്റി വെച്ചു. എന്നാലും കുറേയൊക്കെ വെള്ളത്തിൽ പോയി. അതൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. മറ്റു വെളിയിരുന്ന സാധനങ്ങളും താഴെ ഇരുന്ന് കുറേ സാധനമൊക്കെ ഒഴുകിപ്പോയി. 2014 വെള്ളം കയറി. രണ്ടാമത്തെ നിലയുടെ മേളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറി ഒരു അനുഭവം ഉണ്ടായില്ല. ആദ്യമായിട്ട ഇങ്ങനെ അനുഭവം. പമ്പ നദിയിൽ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്ന തരത്തിൽ നിറഞ്ഞ മൺപുറ്റുകളും മണലും നീക്കം ചെയ്യാതെ റാന്നിയിലെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് ശാശ്വത പരിഹാരമാകില്ലെന്ന് റാന്നി ഇട്ടിയപ്പാറ സ്വദേശി എബ്രഹാം പറഞ്ഞു. ഇപ്പോഴത്തെ സർക്കാരെങ്കിലും നമ്മുടെ ആറ്റിലെ മണൽ വാരുക, ആ മണലിൻ്റെ ഉപയോഗം പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അന്നേരം ജനങ്ങൾക്ക് ഒരുപാട് ഗുണമാവും. ആ മണൽ വാരാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ആറ്റിൽ വെള്ളം കൊള്ളാനുള്ള സ്ഥലമില്ല. അതിന് മണൽ വാരുക എന്നുള്ളൊരൊറ്റ പദ്ധതിയുള്ളൂ, അല്ലാതെ വേറെ അതിനകത്ത് വഴികളൊന്നുമില്ല. വെള്ളിയാഴ്ച പകൽ ചെറിയ മഴയുണ്ടായിരുന്നെങ്കിലും നദിയിലും തോടുകളിലുമെല്ലാം ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലായിരുന്നുവെന്ന് ഇട്ടിയപ്പാറ സ്വദേശിനി മേരി ടീച്ചർ പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ പോലും ഇല്ല. മഴയുണ്ടായിരുന്നു, രാത്രി മഴയുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 രാത്രി കൊണ്ടൊന്നും ഒരു മഴ പെയ്താലൊന്നും വെള്ളമൊന്നും ശരിക്കും പറഞ്ഞാൽ കയറത്തില്ല. എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ അറിയത്തില്ല, എങ്ങനെ ഇത്രയും വെള്ളം കയറിയത്. ഒരു മുന്നറിയിപ്പ് ഒന്നും ഒരു ഇതുമില്ലാതായിരുന്നു. പെട്ടെന്നായിരുന്നു വെള്ളം കയറി വന്നത്. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.